ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ഗീ റോസ്റ്റാണ്. ഇത് നല്ല ടേസ്റ്റുള്ള ഒരു ചിക്കൻ റോസ്റ്റാണ്. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിക്കും ദോശയ്ക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിലോട്ടായിട്ട് ഞാൻ ഒരു 1/2 കപ്പ് തൈര് ചേർക്കുന്നുണ്ട്. തൈര് ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ചിക്കൻ നല്ല ജ്യൂസി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയാണ്. അതിൻ്റെ കൂടെ ginger garlic paste 1 spoon, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ചിക്കന് ആവശ്യമുള്ള ഉപ്പ്. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് ഒരു മണിക്കൂർ നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. നിങ്ങൾക്ക് 1 മണിക്കൂർ വെക്കാൻ പറ്റിയില്ലെങ്കിൽ 1/2 hour എങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കണം. എന്നാലേ ഈ ചിക്കൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അടുത്തത് മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം നോക്കാം. ഞാൻ കാശ്മീരി ചില്ലിയാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു 10-12 മുളകുണ്ടത്. ഒരു 1/2 കിലോ ചിക്കന് വേണ്ടിയിട്ടാണ് ഇത്. ഒരു ടേബിൾ സ്പൂൺ മല്ലി, ഒരു 1/2 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ പെപ്പർകോൺ, കുറച്ച് വളരെ 1/2 ടീസ്പൂൺ ഉലുവ. ഇത്രയാണ് എടുത്തേക്കുന്നത്. ഇത് ഒരു പാത്രത്തിൽ ചൂടാക്കി നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ ഗരം മസാല ഉണ്ട്. അത് ഞാൻ സെപ്പറേറ്റ് പൊടിച്ചു വെച്ചിട്ടുണ്ട്. അത് ചേർക്കും. ആദ്യം മുളക് ചൂടാക്കിയെടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇത് കളർ മാറി ശരിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെടുത്ത് നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. ഞാൻ വറുത്തെടുത്ത മസാലാസ് എല്ലാം വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് 1 hour ആയി. ഇപ്പോൾ നമുക്ക് ഗീ റോസ്റ്റ് ഉണ്ടാക്കാം. 3 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ചിക്കൻ ഈ നെയ്യിലോട്ടിട്ട് ഒരു 3 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക്. അടുത്ത് നമുക്കിതിലോട്ട് അരച്ചു വെച്ച മസാലാസ് എല്ലാം ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ ചിക്കനിലോട്ട് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. പക്ഷേ ഇതിൽ തൈരിലും ചിക്കനിലും ഒക്കെ ഉണ്ടായിരുന്ന വെള്ളമാണ് ഈ ഊറി വന്നിരിക്കുന്നത്. മസാല ഇട്ട് കൊടുക്കാം. കാശ്മീരി ചില്ലിയാണ് ഇതിൽ അരച്ചിരിക്കുന്നത്. അത് കാരണം നല്ല കളറുണ്ട് ഇത് കാണാൻ. എരിവും കുറവായിരിക്കും.
കുട്ടികൾക്കൊക്കെ എരിവ് ഇഷ്ടപ്പെടാത്ത കുട്ടികൾക്കൊക്കെ ഇത് കൊടുക്കാൻ നല്ലതാണ്. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇത് മൂടി വെച്ച് റോസ്റ്റ് ആവുന്നവരെ വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നമുക്ക് തുറന്ന് നോക്കാം. വേണ്ടോ, എണ്ണയെല്ലാം തെളിഞ്ഞ്, ഇടയ്ക്ക് ഞാൻ 2 പ്രാവശ്യം ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എണ്ണയെല്ലാം തെളിഞ്ഞ് നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിന് ഗരം മസാല, ഒരു 1/2 മുറി ലെമൺ ജ്യൂസ് കൂടെ ഇതിൻ്റെ കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് എല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് ഉപ്പെല്ലാം പാകത്തിനുണ്ടോ എന്ന് നോക്കിയിട്ട്, ഇല്ലാന്നെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിട്ട് കുറച്ച് ഉപ്പും കൂടെ ആവശ്യമുണ്ട്, അത് ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുക്കുകയാണ്. ഇത് കണ്ടോ, നല്ല ടേസ്റ്റുള്ള ഗീ റോസ്റ്റ് തയ്യാറായിട്ടുണ്ട്. ഇത് ദോശയ്ക്കും ചോറിനും ഒക്കെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. കാശ്മീരി ചില്ലി ഇട്ടത് കാരണം എരിവും അധികം ഉണ്ടാവില്ല, പെപ്പറിൻ്റെ എരിവ് മാത്രമേ ഉള്ളൂ. ഫൈനലി നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി തൂവി കൊടുക്കാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അപ്പോൾ എല്ലാവരും മറക്കാതെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായും നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ കമൻറ്റ് ബോക്സിലിടണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.